അസ്സലാമലൈക്കും. വലൈക്കും സലാം. കുറെ കാലം കണ്ടിട്ട് ശരി വാ. എന്തല്ലേ അപ്പളെ സുഖല്ലേ? ഞാൻ പോയിട്ട് കുടിക്കാൻ ആയിക്കോട്ടെ, നല്ലതാവുണ്ട്. ഞാൻ മോനിക്ക് എടുത്തിട്ട് വരാ. സ്കൂളിലല്ലോ ഉഷാറിനെ പഠിക്കലില്ലാണോ? പിന്നെ ഉപ്പ എന്നെ പിന്നെ ഭയങ്കര ചൂടാണല്ലോപ്പാ. നിങ്ങളെ ലഗേജ് ഒന്നും ഇറക്കിയിട്ടില്ലല്ലോ. ലഗേജ് ഒരു ബാഗ് ഉണ്ട്, ഒറ്റൊരു ബാഗേ ഉള്ളൂ. അതിങ്ങെടുത്തോ, വണ്ടി നീങ്ങെടുത്തോ. ഈ ഒരു ബാഗേ കൊണ്ടുവന്നിട്ടില്ലോ, ബാക്കിയെല്ലാം കാർഗോയിൽ വരുമായിരിക്കും. അപ്പഴ ഇങ്ങക്ക് കൊറേ ലീവ് ഉണ്ടാ, ഇനിയപ്പോ തിരിച്ചു പോണ്ടേ? ഓ എന്റെ ഉമ്മ വന്ന് കേറിയിട്ടല്ലേ ഉള്ളൂ, അപ്പോഴത്തേക്ക് തിരിച്ചു പോണ്ടേ ചോദിക്കുന്നു. ആ ലീവ് കുറച്ചുണ്ട്, എനിക്ക് കുറച്ചു കാലമായിട്ട് തന്നെ ഉണ്ടാവും. പറഞ്ഞിട്ടില്ല ഗൾഫിൽ നിന്ന് വന്നിട്ട് സൈക്കിൾ മേടിച്ചു. മോനിക്കില്ലാത്ത സൈക്കിളാ, മോനിക്ക് ഞാൻ സൈക്കിൾ മേടിച്ചു തന്നിട്ടില്ല, പിന്നെ ആയിരിക്കും മേടിച്ചു കൊടുക്കാൻ തരണ്ടേ? ഞാൻ എന്തായാലും മേടിച്ചു തരും കേട്ടാ. എടോ ഈ ഗ്രേസി എടുത്തു, ഗ്രേസിനെ കണ്ടിട്ടില്ലല്ലോ, ഗ്രേസിനെ മാത്രം കാണുന്നില്ല. എടുത്തു ഗ്രേസി ഇപ്പൊ ഇവിടെ ഉണ്ടല്ലേനു. ഓ ഇതല്ലേ, വാ വാ. എടോ തീരെ റേഞ്ച് കിട്ടുന്നില്ലല്ലോ, നെറ്റ്വർക്ക് തീരെ ഇല്ല. കഴിഞ്ഞ പ്രാവശ്യം പോലും ഇല്ലല്ലോ, എന്തൊറ്റി? നിങ്ങൾ വൈഫൈ ഓൺ ആക്കിയിട്ടില്ല? ഇവിടെ മഴയല്ല ആയതിനു ശേഷം പിന്നെ നെറ്റ്വർക്കിന് ഭയങ്കര പ്രശ്നം. അങ്ങനെയാ? എന്നാ അത് എടുക്കണ്ടോ, അത് എന്റെ ഒരു ഫ്രണ്ടിന് കൊണ്ടുവന്നു. നിങ്ങൾ ഇതെല്ലാം പഴയ ഡ്രസ് അല്ലേ കാണുന്നത്? കൊണ്ടുവന്നിട്ടില്ല? ഇല്ല, ഞാൻ ഇപ്രാവശ്യം ഒന്നും കൊണ്ടുവന്നിട്ടില്ല. ഞാന് ഇപ്രാവശ്യം കുറച്ച് വിഷമത്തിലാണ്. കുറച്ച് ചോക്ലേറ്റ് എല്ലാം കൊണ്ടുവരുന്ന അപ്പുറം ഇപ്പുറല്ലുള്ളവർക്കെല്ലാം അടിയിൽ കുറച്ചുണ്ട്. എന്നാലും നിങ്ങൾക്ക് കുറച്ച് അത്തറും സ്പ്രേ എല്ലാം അധികം കൊണ്ടുവരണ്ടേനാ. നമ്മളെ ബന്ധുക്കൾക്കെല്ലാം സാധാരണ നിങ്ങൾ വന്നിട്ടാമോ കൊടുക്കുന്നല്ലേ, അവർക്കല്ലേ ഇനി അവരോടല്ലേ ഇപ്പൊ ഇനി എന്നാ പറയാ? ഞാനായിരുന്നു അവിടെ കൊണ്ടുവരണ്ട്. എനിക്ക് കിട്ടുന്ന ശമ്പളം അന്നേരം എനിക്ക് അയച്ചു തരുന്നില്ലേ? എന്നാലും നിങ്ങൾ സാധാരണ അങ്ങനെ തന്നെയല്ലേ, എന്നിട്ട് നിങ്ങൾ കൊണ്ടുവരത്തില്ലേ വരുമ്പോ? പക്ഷെ ഇപ്രാവശ്യം അങ്ങനെയല്ല, എനിക്ക് കടം മേടിക്കാനൊന്നും എനിക്ക് ധൈര്യമില്ല. എന്ന് വെച്ചാൽ ഞാൻ സാധാരണയായിട്ട് അവിടുന്ന് കടം മേടിച്ചിട്ട് എന്തെങ്കിലും മേടിച്ചിട്ട് കൊണ്ടുവരുത്താണ്. ഇപ്രാവശ്യം കടം മേടിക്കാൻ ഒരു ധൈര്യമില്ല, കാരണം ഞാൻ ഇനി പോകുന്നില്ല, തിരിച്ചു പോകുന്നില്ല. നിങ്ങളെന്നാ പറയുന്നത് ഗൾഫിലേക്ക് തിരിച്ചു പോകുന്നില്ല എന്നാ? അപ്പം മക്കളെ പഠിപ്പ്, വീടിന്റെ EMI, കാറിന്റെ EMI ഇതെല്ലാം എങ്ങനെ അടക്കുക? വേറെ എന്തെങ്കിലും ജോലി നിങ്ങളിവിടെ കണ്ടുവച്ചിട്ടോ ഒന്നിന്? നോക്കണം. നിങ്ങളിപ്പോ നോക്കണം എന്ന് പറയുമ്പോഴത്തേക്ക് ആരെങ്കിലും ഇവിടെ ജോലിയും കൊണ്ടുവരുവാ? ഇതെല്ലാം ജോലിയെല്ലാം ഇവിടെ ശരിയാക്കി വെച്ചിട്ടല്ലേ എല്ലാം ഒഴിവാക്കിയിട്ട് വരുത്ത്? എനിക്ക് വിവരം അറിയാം. എനിക്ക് സുഖമില്ലാണ്ടായിട്ട് അവിടെ 1-2 ആഴ്ച ഞാൻ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തു. എന്നിട്ട് അമ്പാക്കിയാൽ കുറേ ഹോസ്പിറ്റലുകാർ കുറേ പൈസ കൊണ്ടുപോയി. അപ്പോൾ പിന്നെ ഇങ്ങനെയെല്ലാം ബുദ്ധിമുട്ട് കടകളിലായിപ്പോയി എനിക്ക്. അതുകൊണ്ടാണ് ഞാൻ ഈ സുഖമില്ലാത്തത് കൊണ്ട് തന്നെ ഇപ്പം പെട്ടെന്ന് തിരിച്ച് വരാൻ തന്നെ കാരണം. എനിക്ക് കഴിയുന്നില്ല, ഹാർഡ് വർക്കൊന്നും ചെയ്യാൻ പാടില്ല എന്ന് ഇനി ഡോക്ടർ പറഞ്ഞു എന്നോട്. ചെറുതായിട്ട് എന്തെങ്കിലും ലൈറ്റായിട്ട് എന്തെങ്കിലും വീട്ടിലുള്ള ചെറിയ പണി എന്തെങ്കിലും ഇവിടുന്ന് എടുക്കാമെന്ന് വെച്ചിട്ടാണ് ഇങ്ങോട്ട് പോകുന്നത്. നീ കുറച്ച് അഡ്ജസ്റ്റ് ചെയ്യണം. അതിന് മാത്രം എന്താ സുഖം റഫീഖ നിങ്ങൾക്ക് വന്നേ? ഇപ്പം പ്രശ്നമൊന്നും ഇല്ലല്ലോ. നീ പേടിക്കണ്ട, എനിക്ക് ഹാർഡ് വർക്ക് ചെയ്യാൻ പറ്റില്ലെന്നേ ഉള്ളൂ. ചെറിയ എന്തെങ്കിലും പണിയെല്ലാം എടുക്കാമല്ലോ, അതിന് കണക്കായിട്ടുള്ള എന്തെങ്കിലും പണി ഞാൻ ഇവിടുന്ന് നോക്കിക്കോളും. ഇനി അന്യ നാട്ടിൽ പോയിട്ട് കഷ്ടപ്പെടാൻ എനിക്ക് കഴിയില്ല. ഹോസ്പിറ്റലായപ്പോഴാണ് നിൻ്റെയും മക്കളെയും മുഖം എൻ്റെ മനസ്സിലേക്ക് ഇങ്ങനെ വരുന്നു. ഇനിയും മക്കളെയൊന്നും കാണാണ്ട് മരിച്ചു പോകുമെന്ന് വരെ ഞാൻ വിചാരിച്ചു പോയി. നീ ഇപ്പോൾ വീട്ടിൽ തന്നെ നിൽക്കുക, മരിക്കുന്നുണ്ടെങ്കിൽ സ്വന്തം നാട്ടിൽ തന്നെ കിടന്ന് മരിക്കാമല്ലോ.
നീ എന്തെങ്കിലും എടുത്തു നോക്ക്. എനിക്ക് നല്ല വിഷമമുണ്ട്, എന്തെങ്കിലും കഴിക്കാനോ. എന്നാ പിന്നെ തൽക്കാലം റഫീഖ ഞാൻ എന്തെങ്കിലും ഒരു ജോലിക്ക് പോട്ടെ, ചെറിയൊരു ജോലി. അത് വേണോ? അല്ലാണ്ട് നമ്മളെ നിത്യ ചെലവിനല്ല എന്നാ ചെയ്യ റഫീഖ? 2 കുട്ടികളും ഇല്ലേ? അന്ന് ഞാൻ എൻ്റെ അക്കൗണ്ടിലിട്ട പൈസ ഇല്ലേ, അത് എൻ്റെ അക്കൗണ്ടിൽ തന്നെ ഉണ്ടാവില്ലേ ഇപ്പോൾ? അത് പിന്നെ റഫീഖ അത് കുറച്ചെല്ലാം ഞാൻ എടുത്തു പോയിനി. പിന്നെ എൻ്റെ ആങ്ങളുടെ കല്യാണം ഇല്ലേനാ, അന്നേരം ഓനിക്ക് ഞാൻ കുറച്ച് പൈസ കൊടുത്തിനി. ഓൻ പിന്നെ തിരിച്ചു തന്നിട്ടില്ല. ഓ, ഞാൻ കരുതി അത് അക്കൗണ്ടിൽ ഉണ്ടാവും, തൽക്കാലം പിടിച്ചേക്കാൻ അത് ഉണ്ടാവും എന്ന് വിചാരിച്ചു. പിന്നെ നമുക്ക് സാധാരണ എന്തെങ്കിലും ഒരു പണി നോക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ നിൽക്കുന്നത്. ഓക്കെ, സാരമില്ല, നീ പോയിട്ട് എന്തെങ്കിലും എടുത്തു നോക്ക്, നമുക്കൊന്ന് കഴിക്കാൻ. റഫീഖ റഫീഖ എനിക്ക് ജോലി കിട്ടി, നാളെ തന്നെ ജോയിൻ ചെയ്യണം എന്ന് പറഞ്ഞിട്ട് മെസ്സേജ് വന്നിന് റഫീഖ. അതെയാ? നോക്കിയാ എന്നാ പിന്നെ നാളെ തന്നെ പോയിക്കോടാ, കളയണ്ട ജോലി. ഇപ്പൊ ഇങ്ങനെ ഒരു ജോലി കിട്ടിയത് എന്തുകൊണ്ടെന്ന് നന്നായല്ലോ റഫീഖ. എന്നാടാ ഈ ചായ കുടിച്ച? എനിക്ക് ജോലി കിട്ടിയതിന്റെ ശേഷം തീരെ തടി നോക്കുന്നില്ലെന്ന് തോന്നുന്നു. എനിക്ക് ക്ഷീണം പിടിച്ച പോലെ ഉണ്ടല്ലോ. എന്താ ചെയ്യാ റഫീഖ, ഇപ്പൊ എല്ലാ കാര്യങ്ങളും ഞാൻ ഒറ്റയ്ക്ക് നോക്കണ്ടേ? ഇവിടെ നിങ്ങൾ വെറുതെ ഇരിക്കുന്നില്ലേ, അതൊന്നും നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലാവൂല. എടാ, നീ വരുമ്പോ എന്റെ മൊബൈൽ മേടിക്കണം, അത് നന്നാക്കാൻ കൊടുത്തിട്ടുണ്ട്, മേടിക്കണേ. പിന്നെ പാല് മേടിച്ചോ, കുട്ടികൾക്ക് സ്നാക്സും മേടിച്ചോ. റഫീഖ കുറച്ച് ചെലവെല്ലാം കുറക്കണം കേട്ടാ. എൻ്റെ ഒറ്റ ഒരാളെ വരുമാനത്തിലാണ് ഇപ്പൊ ഈ കുടുംബം കഴിഞ്ഞു പോകുന്നു, അത് മറക്കണ്ട. ഞാൻ പറഞ്ഞതേ ഉള്ളൂ, നിങ്ങൾ വിഷമിക്കൊന്നും വേണ്ട. നിങ്ങൾ ആ മൊബൈൽ ഷോപ്പ് ഏത് മൊബൈൽ ഷോപ്പാന്ന് വെച്ചാൽ ആ നമ്പർ ഇങ്ങോട്ട് സെൻഡ് ചെയ്യല്ലേ, ഞാൻ മറന്നു. ഞാൻ സെൻഡ് ചെയ്തുതരാം. റഫീഖ നിക്ക് പോലെ എന്താടാ? നിങ്ങൾ വരുമ്പോ ഈ സാധനം കൊണ്ടുവരണേ. ഇതെന്താണ്? ഓക്കെ. ഓ, ഇത് വലിയ നീളമുള്ള ഇഷ്ടമാണല്ലോടാ, നോവൽ പോലത്തെ. അത്രയൊന്നുമില്ല റഫീഖ, മറക്കറേ. ഓക്കെ ഓക്കെ, കൊണ്ടുവരാം. ലിപ്സ്റ്റിക്ക് ഇതെല്ലാം ഉണ്ടല്ലോ. ഓക്കെ, കൊണ്ടുവരാം. വരാൻ നോക്കുന്ന സമയത്ത് ഇനി ഒന്ന് വിളിച്ച് ഓർമ്മിപ്പിക്കണേ, ചിലപ്പോ ഞാൻ മറന്നു പോകണ്ട. അത് ഞാൻ ഓർമ്മിപ്പിച്ചോളാം. ഓക്കെ, ഞാൻ പോട്ടെന്നാ. ഉമ്മ എപ്പ വന്നേ? ഞാൻ കുറച്ചു നേരമായി വന്നിട്ട്. അന്ന് വന്നിട്ട് 2 ദിവസം വന്നിട്ട് പോയല്ലേ, കുട്ടികളെല്ലാം കണ്ടിട്ട് പോകാന്ന് വെച്ചിട്ട് വന്നു. ഇത് വന്നിട്ടല്ലേ നീ ജോലിക്ക് പോകുന്ന കാര്യം അറിയുന്നു. ഓനിക്കിപ്പം പണിയൊന്നുമില്ല അല്ലേ? നീ പണിയെടുത്തിട്ട് ഓനെയും കൂടി നോക്കേണ്ട അവസ്ഥയാണല്ലോ. അതൊന്നും ഉമ്മ അങ്ങനെ പറയുന്നു. ഇത്രയും നാൾ ഓറ് പണിയെടുത്തിട്ട് തന്നെയല്ലേ നമ്മളെല്ലാം നോക്കീനി. ഇപ്പൊ ആരോഗ്യ പ്രശ്നങ്ങൾ ഉള്ളോണ്ടല്ലേ. അത് ചില ആണുങ്ങൾ അങ്ങനെയാ പറയാ. കല്യാണം കഴിഞ്ഞിട്ട് ഇവർ കുറച്ച് നാളെല്ലാം പണിക്കോ ആൾക്കാർ കാണിക്കാൻ വേണ്ടിയിട്ട്, പിന്നെ അവർ വീട്ടിൽ തന്നെ ഇരിക്കും. പിന്നെ പെണ്ണുങ്ങളും കൂടി പണിക്കോ കഴിഞ്ഞാൽ അവർക്കൊരു ബളായി വരും. ഇനി ഓന് ഈ ജന്മത്തിൽ പണിക്കോ നനക്കോ ഒന്നുമില്ല. നീ പണിക്കോ തുടങ്ങിയില്ല, ഇനി തിന്നുകയും കുടിക്കുകയും ചെയ്തിട്ട് നല്ല സുഖമായിട്ട് ഇവിടെ ഇരിക്കും. ഇനി നീ എന്നെ സഹിച്ചോ, അല്ലാണ്ട് ഞാനെന്നാ പറയണ്ടേ. എടേ, ഉമ്മ പോകാനിറങ്ങിയതല്ലേ, ഇത് കൊടുത്തേ. ആൺമക്കളൊന്നും ഇല്ലാത്തല്ലേ, പാവം, ചെലവിന് പൈസ ഒന്നും വണ്ടി വരും. ആ മക്കളില്ല എന്ന് പറയണ്ട റഫീഖ, നിങ്ങളെല്ലാം ഉമ്മാന സ്വന്തം ഉമ്മയായിട്ടല്ലേ കാണുന്നു. അതുകൊണ്ട് ഉമ്മാക്ക് ആ മക്കളില്ല എന്നുള്ള വിഷമമൊന്നും ഇപ്പൊ ഇല്ല. ശരി, ഞാൻ ഇത് കൊടുത്തിട്ടുണ്ട്. എനിക്ക് പണിയില്ല എന്ന് പറഞ്ഞപ്പോ ഇവരെല്ലാം സ്വഭാവം മനസ്സിലായില്ലേ. ഒരു കണക്കിന് അതും നന്നായി, ഇവരെല്ലാം ശരിയായ സ്വഭാവം ഇപ്പം മനസ്സിലായല്ലോ. ഓഹോ, ഇതും നീ ചെയ്യണോ? എനിക്ക് പണിയില്ലാതെയല്ലേ, അതൊന്നും ഓൻ ചെയ്യൂല. ഉമ്മ ഒന്നും മിണ്ടാണ്ട് നിന്നാട്ടെ റഫീഖ, കേക്കണ്ടേ. ഇതെന്നാ തുണിയെല്ലാം മടക്കി വെച്ചിട്ട് നിങ്ങളങ്ങോട്ട് പോന്ന്? ഞാൻ പോന്നാടോ, എന്റെ ലീവ് കഴിഞ്ഞു. ലീവ് ചെയ്യാനാ? നിങ്ങളല്ലേ പണിയെല്ലാം മതിയാക്കിയിട്ട് വന്നതാ, ഇനി അങ്ങോട്ട് പോകുന്നില്ല, ഈ നാട്ടിൽ തന്നെ നിക്കാന്നെല്ലാം പറഞ്ഞേ. പണി മതിയാക്കിയിട്ടും വന്നിട്ടും ഒന്നുമില്ല. ഞാൻ ലീവിന് വന്ന് അന്ന് ഞാൻ പിന്നെ തിരിച്ചു പോയിന്ന്. അപ്പോൾ ഞാനൊരു നാടകം കളിക്കായിരുന്നു സത്യം പറഞ്ഞ. എന്താ ആവശ്യത്തിന്? ഞാൻ ഇങ്ങനെല്ലാം വേണ്ടിയിട്ടല്ലേ ആ മരുഭൂമിയിൽ വെച്ചിട്ട് കഷ്ടപ്പെട്ട്. അഥവാ എനിക്കൊരു പണിയില്ലാത്ത ഒരു കണ്ടീഷൻ ആയിപ്പോയി കഴിഞ്ഞാൽ നിങ്ങളുടെ സ്വഭാവമല്ലേ എങ്ങനെ ഇരിക്കുമോ എന്നുള്ള ഒരു പരീക്ഷണമായിരുന്നു. എനിക്കിപ്പോൾ എല്ലാവരെ പറ്റിയിട്ട് ശരിക്കും മനസ്സിലായി. പൈസ ഉണ്ടെങ്കിൽ ആരൊക്കെ ഉണ്ടാവും, പൈസ ഇല്ലെങ്കിൽ ആരൊക്കെ ഉണ്ടാവും എന്നുള്ള എല്ലാ കണ്ടീഷനും മനസ്സിലായി. ഇനി എങ്ങനെ ജീവിക്കണം എന്ന് എനിക്കറിയാം.
സിറാജേ, നീ ഒരു 1000 രൂപ ഉണ്ടെങ്കിൽ ഇങ്ങോട്ട് അയക്കടാ. ഇതിൽ 4000 രൂപ ഉള്ളൂ. 5000 രൂപ നാട്ടിലേക്ക് അയക്കണം. അവള് കുടുംബത്തിൽ ഒരു കല്യാണം ഉണ്ട്, ഡ്രസ്സ് എടുക്കാനാണ്. എടാ, എൻ്റെ അക്കൗണ്ടിൽ ഇത്ര കാലം പണിയെടുത്തൊരു 5000 രൂപ പോലും ബാക്കിയില്ല. 1000 രൂപ എനിക്ക് അയക്കുന്നതുകൊണ്ടല്ല, എന്നാലും എന്നോട് സ്നേഹമുള്ളതുകൊണ്ട് പറയുന്നതെന്ന്. നീ ഇങ്ങനെ കഷ്ടപ്പെടുന്ന പൈസ മുഴുവൻ നീ നാട്ടിലേക്ക് അയക്കല്ല. ഇവരെല്ലാം സ്വഭാവം എപ്പാ മാറുന്നതെന്ന് പറയാൻ കഴിയില്ല വൈ. എടാ, അത് നീ പറയും പോലെ ഒന്നല്ലടാ. എൻ്റെ ഓൾ അങ്ങനെയൊന്നുമല്ല. ഓൾ നോക്കിയിട്ടും കണ്ടിട്ടല്ലേ ചിലവാക്കുന്ന കൂട്ടത്തിൽ പട്ടിയാണ്. എല്ലാം കണക്ക് തന്നെയാടാ. ഇവരെ സ്വഭാവം ശരിക്കും മനസ്സിലാണെങ്കിൽ നീ ഈ ഗൾഫെല്ലാം ഒഴിവാക്കുന്നതെന്ന് പറഞ്ഞിട്ട് ഈ നാട്ടിൽ പോയി നോക്കിയാൽ അന്നേരം എനിക്ക് ശരിക്കും ഇവരുടെ സ്വഭാവം ശരിക്കും മനസ്സിലാവും.